അമ്മ ഒന്ന് വേഗം വാ. എന്താ കാര്യം പറ മോളെ. അത് സർപ്രൈസാ, അമ്മ വാ കാണിച്ചു തരാം. ആ ശരി ആയിക്കോട്ടെ. അമ്മ ഇതൊന്ന് നോക്കിയേ, എങ്ങനെയുണ്ട്? ഇത് മോളുണ്ടാക്കിയതാ? അതെ അമ്മേ, ഞാനിത് യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാ. കൊള്ളാമോ? ആഹാ, മോളിത്ര ചെറുപ്പത്തിൽ തന്നെ മീനെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് കറി വെക്കാൻ പഠിച്ചല്ലോ. മീന് വാങ്ങാനോ? അതിന് ഫ്രിഡ്ജിൽ മീനുണ്ടായിരുന്നല്ലോ. അയ്യോ, ഫ്രിഡ്ജിലുണ്ടായിരുന്ന മീനാണ് നീ എടുത്തേ? എടി സാമദ്രോഹി, അല്ലാത്ത അടുക്കളേന്റെ അടുത്ത് പോലും വരാത്തോളാ. ആ ശ്യാമള എന്നോട് വാങ്ങി വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു വെച്ച മീനത്. എന്നിട്ട് അവളതെടുത്ത് കറി വെച്ചേക്കുന്നു. ഇനി ആ ശ്യാമള വരുമ്പോൾ ഞാൻ അവളോട് എന്ത് പറയും? ചേച്ചി ചേച്ചി. അയ്യോ, അത് ശ്യാമളയാണല്ലോ. അയ്യോ അമ്മ, നമ്മളെന്താ ചെയ്യാ? ഓരോ വേണ്ടാതിന് ഒപ്പിച്ചു വെച്ചിട്ട് നടക്കുന്നു അങ്ങോട്ട്. ആ ശ്യാമള, നീ ഇപ്പൊ വന്നതേ ഉള്ളോ? ആ ചേച്ചി, ബാങ്കിലെ ആവശ്യമെല്ലാം കഴിഞ്ഞു. ചേച്ചി ആ മീനിങ് തരുമോ? എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറെ പണിയുണ്ട്. ആ, അത് ഞാനിപ്പോ തരാം. പിങ്കി, ആ മീനിങ് എടുത്തിട്ടാ. ഇതാ മീന്. അല്ല ചേച്ചി, ഞാൻ മീനിനല്ല പറഞ്ഞേ, ഇത് മീൻകറിയല്ലേ? സമയം ഉച്ചയാറായില്ലേ? ഇനി നീ വീട്ടിൽ പോയി മീനെല്ലാം വെട്ടി കറി വെച്ച് വരുമ്പോഴേക്ക് കുറെ നേരാവില്ലേ? അത് വിചാരിച്ചിട്ട് എന്റെ മോൾ നിനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ കറിയാ. അല്ല ചേച്ചി, ആ 2 കിലോ മീനും കറി വെച്ചാ? അതിൽ കുറച്ചെടുത്ത് വറുക്കാൻ വേണ്ടി ഇരുന്നേ ഞാൻ. 2 കിലോ മീനായത് കറി 2 ദിവസം കൂട്ടാലോ. പിന്നെ വീട്ടിലാരും അയിലേന്റെ തലേന്ന് കൂട്ടൂലായിരിക്കും അല്ലേ? എന്റെ അമ്മായിയമ്മക്ക് അയിലേന്റെ തലാന്ന് വെച്ച ഭയങ്കര ജീവനാ. കറിയില് വേറെ കഷ്ണമൊന്നും കൂട്ടിയില്ലെങ്കിലും തല എന്തായാലും കൂട്ടും. ദൈവമേ, തലയെല്ലെടുത്ത് ഞാൻ കളഞ്ഞല്ലോ. അത് പിന്നെ ശ്യാമളെ, മീനിന്റെ തലയെല്ലാം കേടായിരുന്നു. മീനിന്റെ തല മാത്രം കേടാവാനാ? ആന്ന്, ചില പേട്ട് മീനുണ്ടല്ലോ, അതിന്റെ എല്ലാം തലക്ക് നല്ല കേടായിരിക്കും അല്ലേ മോളെ? ആ അതെ അതെ. ഇനി മോളെ മീൻകറി എടുത്തിട്ട് ശ്യാമളേച്ച് കൊടുത്താട്ടെ. ശ്യാമള, ഇതാ കറി വാങ്ങിക്കോ. ഇനി തന്നേക്ക് മോളെ. എന്നാ ശരി ചേച്ചി. നീ അകത്തോട്ട് വാ കേട്ടാ, നിനക്കുള്ള ഞാൻ തരാം. അമ്മേന്റെ മുന്നിൽ ആളാവാൻ വേണ്ടി ഓരോന്ന് ചെയ്ത് നോക്കുമ്പോ അടി കിട്ടാനുള്ള പണിയായി പോയല്ലോ ദൈവമേ. ഇവിടെ ഇപ്പൊ ശരിക്കും എന്താ സംഭവിച്ചേ?